നമസ്കാരം. സ്റ്റാൻഡേർഡ് PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ലാബ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ റിസൾട്ട് എന്താകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഈ ഒരു വീഡിയോ. ഇന്ന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്ത വായിക്കുമ്പോൾ ഏതൊരു പരീക്ഷാർത്ഥിക്കും സന്തോഷം നൽകുന്ന ഒരു വിവരമാണ് അതിലുള്ളത്. നമ്മളൊക്കെ നേരത്തെ പ്രവചിച്ചിരുന്നതിനേക്കാൾ വളരെ താഴ്ന്ന രീതിയിലായിട്ട് കട്ട് ഓഫ് പ്രവചിച്ചിരുന്നത് അതിനേക്കാൾ താഴേക്ക് പോകുമെന്നുള്ള ഒരു നിഗമനമാണ് തൊഴിൽ വാർത്ത നടത്തിയിട്ടുള്ളത്. ഏകദേശം നോക്കിയാൽ അറിയാം 58 to 68 മാർക്കൊക്കെയാണ് തൊഴിൽ വാർത്ത കട്ട് ഓഫ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ തന്നെ നേരത്തെ കട്ട് ഓഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 65 വരെ താഴും, അതിലും താഴ്ന്നാലും ചില ജില്ലകളിൽ അതിലും താഴേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മലയാളം പിന്നെ ഇംഗ്ലീഷ് മാത്സിന്റെ ഭാഗത്ത് 22 മാർക്ക് കിട്ടും, കറണ്ട് അഫയേഴ്സ് 12 മാർക്ക്, അങ്ങനെ GK 35, അങ്ങനെ അത് കൂട്ടുമ്പോൾ തന്നെ നമുക്കൊരു 68-69 റേഞ്ചിലാണ് മാർക്ക് വരുന്നത്. പിന്നെ ഞാൻ ഒരു 5 മാർക്ക് കൂടി കൂടുതൽ വരെ പ്രതീക്ഷിക്കാം, നല്ല ടഫുള്ള ആയിട്ടുള്ള ജില്ലകളിൽ എന്നുള്ള രീതിയിൽ 75 വരെയൊക്കെ പോയേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 65 വരെ താഴേക്കും വരാൻ വിവിധ ജില്ലകളിലും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചില ജില്ലകളിൽ 65-നും താഴേക്ക് പോകുമെന്നുള്ള ഒരു സാധ്യതയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം തൊഴിൽ വാർത്ത വന്ന സമയത്ത്, തൊഴിൽ വാർത്ത ഇന്ന് രാവിലെ തന്നെ തൊഴിൽ വാർത്ത നോക്കിയ സമയത്ത് കണ്ടത് 58 to 68 തൊഴിൽ വാർത്ത പ്രതീക്ഷിക്കുന്ന വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഏറെക്കുറെ അത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം പരീക്ഷയിൽ അങ്ങനെ ചില 1-2 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അതിലിപ്പോ പ്രത്യേകിച്ച് ഈ 2020 മത്സരവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ പുതിയതായിട്ട് 2025 നടന്നിട്ടുള്ള IPL ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അതും ഡിലീറ്റ് ചെയ്യാനുള്ളതാണെന്നാണ് തൊഴിൽ വാർത്ത പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം കട്ട് ഓഫ് ഈ ഒരു തലത്തിലേക്ക് താഴേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോദ്യങ്ങളൊക്കെ നിലവാരം പുലർത്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് തൊഴിൽ വാർത്ത ഇതിനെ ഇത് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരള ഹിസ്റ്ററിയിലുള്ള അതേപോലെ മലയാള സാഹിത്യം എന്നീ ഭാഗങ്ങളിലുള്ള ചോദ്യങ്ങളൊക്കെ നല്ല നിലവാരമുള്ളതായിരുന്നു എന്ന് തന്നെ തൊഴിൽ വാർത്ത പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ് അത്. കാരണം കേരള ഹിസ്റ്ററി, ഹിസ്റ്ററിയുടെ ഭാഗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയൊക്കെ കുറച്ചും കൂടി നല്ല ചോദ്യങ്ങൾ, നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ വന്നുവെങ്കിലും കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് കുറച്ചുകൂടി ആഴത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു നിഗമനം തന്നെയാണ് തൊഴിൽ വാർത്തയിൽ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു കട്ട് ഓഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 58-ലേക്കൊക്കെ കട്ട് ഓഫ് ചില ജില്ലകളിലെങ്കിലും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ ആളുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു റിസൾട്ട് തന്നെയാണ് വരാനിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സിൽ പുതിയ വിവരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഇപ്പൊ മെയിൽ നിയമിച്ചിട്ടുള്ള അതേപോലെ ഏപ്രിൽ 30-ന് നിയമിച്ചിട്ടുള്ള ചീഫ് സെക്രട്ടറി, അതേപോലെ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഏറ്റവും പുതിയ, നമ്മളിപ്പോ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇത്ര പുതിയതൊന്നും വരില്ല, ഒരു 2 മാസം മുമ്പ് വരെയുള്ളത് പഠിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മാറ്റി വെക്കുന്ന ആ ഒരു ചോദ്യങ്ങൾ പോലും, ആ ഒരു പീരീഡിലുള്ള ചോദ്യങ്ങൾ പോലും ഈ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പേപ്പർ വായിക്കുന്ന ആളുകൾക്ക് ഇതിനൊക്കെ ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഓരോ ദിവസവും പത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ നോക്കി പഠിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു PSC ബേസ് ചെയ്തിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഒരു ഏപ്രിലിന്റെ പിറകിലേക്കുള്ള ഇതൊക്കെ നോക്കിയിട്ടുണ്ടാവുള്ളൂ. അതിന്റെ ശേഷം അതൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ള നിലക്ക് ഒഴിവാക്കാൻ സാധ്യതയുള്ള ഭാഗത്തു നിന്നാണ് കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലും മാർക്ക് കുറയാനുള്ള സാധ്യതകളുണ്ട്. എന്തായിരുന്നാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. മാർക്ക് കുറഞ്ഞ ആളുകൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു തൊഴിൽ വാർത്തയുടെ ഈ ഒരു നിഗമനം ഒരു പക്ഷേ അത് ശരിയാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതിൽ പറയുന്ന മറ്റൊരു കാര്യം, 70 ചോദ്യങ്ങൾ 25 വിവരണാത്മക സ്വഭാവത്തിലേക്ക് ആയിരുന്നു. എങ്കിലും നമ്മൾ പറഞ്ഞു വിവരണാത്മക സ്വഭാവത്തിലുള്ള ചോദ്യങ്ങളുടെ രീതി തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിലൊരു പോയിന്റ് കിട്ടിയാൽ പോലും ആൻസർ കിട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സംഭവം ഇതായിരുന്നെങ്കിൽ കൂടി, സെന്റിമെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ കൂടി ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയാൽ പോലും കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ചിലത് കുറച്ച് നിലവാരമുള്ള, നമ്മുടെ കർണാട്ടിക് ഇതിലൊന്നും പറയുന്നുണ്ട്, കർണാട്ടിക് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമൊക്കെ അത്യാവശ്യം ഹൈ സ്റ്റാൻഡേർഡ് തന്നെ പറയാം. ഒരിക്കലും ആഴത്തിൽ പഠിക്കുന്ന ആളുകളല്ലാതെ ആ ഭാഗത്തേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. ആ രീതിയിൽ കട്ട് ഓഫ് ഈ പറഞ്ഞതുപോലെ 58-ലേക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ ആളുകൾ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇനി PSCയുടെ ഫൈനൽ ആൻസർ കീ ഒക്കെ വരുന്ന സമയത്ത് എത്ര ഡിലീഷൻ വരുന്നു എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഇതിന്റെ ഒരു കൃത്യമായ ചിത്രം നമുക്ക് ലഭിക്കും. ഏതായിരുന്നാലും ഒരു 60 മാർക്കിന്റെ റൗണ്ടിലുള്ള
ആളുകൾക്കൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോഴും ജോലി കിട്ടുന്ന കാര്യത്തിൽ ഒരു പക്ഷേ ഒരു 65 മുകളിലൊക്കെ മാർക്കുള്ള ആളുകൾക്കായിരിക്കും ജോലി ഉറപ്പാക്കുക. പിന്നെ കുറച്ചും കൂടി സാധ്യത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ LDCയുടെ ലിസ്റ്റ് വന്നു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാം നടക്കാൻ പോവാണ്. പ്രിലിംസ് ഒരു സ്റ്റേജ് കഴിഞ്ഞു, രണ്ടാമത്തെ നടക്കാൻ പോവാണ്. സെക്രട്ടേറിയറ്റ് മെയിൻസ് പരീക്ഷ കഴിഞ്ഞു, ലിസ്റ്റ് വല്ലാതെ വൈകാതെ വരും. അപ്പൊ അതേപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഓഗസ്റ്റിൽ നടക്കുകയാണ്, അതിന്റെ ലിസ്റ്റ് പെട്ടെന്ന് വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരു 5-6 ലിസ്റ്റുകൾ ഒരുമിച്ച് വരാൻ പോവുകയാണ്. ഇതിലൊക്കെ ലിസ്റ്റിന്റെ മുകളിൽ വരാനുള്ളത് ഒരേ ആളുകളാണ്. അപ്പൊ ഓരോ മേഖലയിൽ താല്പര്യമുള്ള ആളുകൾ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ പ്രത്യേകിച്ച് ലേബർ അസിസ്റ്റന്റ് പിന്നെ കുറച്ചുകൂടിയൊക്കെ LD താഴെയാണ് ശമ്പള സ്കെയിൽ വരുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ശമ്പള സ്കെയിൽ നോക്കിയിട്ട് മറ്റു ഭാഗം തിരഞ്ഞെടുക്കുന്ന ആളുകൾ ആ ഭാഗത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലേബർ അസിസ്റ്റന്റ് ലിസ്റ്റ് ഒക്കെ ഇടുന്ന സമയത്ത് കുറച്ചുകൂടി വലിയ ലിസ്റ്റ് ഇടാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ ആളുകൾക്ക് വരെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ നിയമന രീതി. അതായത് മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളും മിക്ക ഇതിലും എടുത്തിട്ടുണ്ട്. അതേപോലെ മിക്ക റിസർവേഷൻ കാറ്റഗറിയും ഇതിലേക്ക് പോയിട്ടുണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പോലും ആളെടുക്കുന്ന സാഹചര്യം ലേബർ അസിസ്റ്റന്റിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതി തന്നെയായിരിക്കും ഈ തവണയിൽ സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ ആളുകൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.